ബഹുമാനപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്തെ കൊമ്പനായാലും ജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒരു കൈയായി ഒരു മെയ്യായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ഇക്ബാൽ, ബഹുമാനപ്പെട്ട ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ KC വേണുഗോപാൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ശ്രീ ആര്യാടൻ മുഹമ്മദ് നിയമസഭയിൽ എന്റെ ഗുരുനാഥനായിരുന്നു. എന്റെ നിയമസഭാ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് ഞാൻ കരുതുന്ന 2006 മുതൽ 2011 വരെയുള്ള 5 വർഷക്കാലം നിയമസഭയിലെ പ്രതിപക്ഷത്തെ രണ്ടാം ബെഞ്ചിൽ അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ 5 വർഷക്കാലം ഇരുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിയമസഭയിലെ കൗശലങ്ങൾ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാലിനോടും ഭയങ്കരമായ വാത്സല്യമായി. ഞങ്ങൾ അന്നത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയ ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനായിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ മണ്ണിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്. ഇവിടെ നമ്മൾ നേടിയെടുക്കുന്ന ഈ ഉജ്ജ്വലമായ വിജയം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നിങ്ങൾ നൽകുന്ന ആര്യാടൻ ഷൗക്കത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. 2026 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു. 9 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതി വിചാരണ ചെയ്യുന്ന സുദിനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. ഇപ്പൊ 4ാം വാർഷികം കഴിഞ്ഞേയുള്ളൂ. 4ാം വാർഷികത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം എന്തായിരുന്നു? വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി, അല്ലെ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയപ്പോൾ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞത് കടൽ കൊള്ള എന്നായിരുന്നു. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് എന്നായിരുന്നു. അത് വകവെക്കാതെ 4000 പേജുള്ള പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ച് 700 കോടി രൂപ മുടക്കി സ്ഥലം അക്വയർ ചെയ്ത് നിർമ്മാണ ഉദ്ഘാടനം നടത്തി കൗണ്ട് ഡൗൺ ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോയി. 2019 തീരേണ്ട ഈ പദ്ധതി 2025 പിണറായി വിജയൻ തീർന്നത്. കടൽ കൊള്ളയായിരുന്ന 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കടൽ വിപ്ലവമായി മാറി. കടൽ വിപ്ലവം, കടൽ കൊള്ള. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കടൽ കൊള്ള, ഇപ്പോൾ കടൽ വിപ്ലവം. ഓന്തിന്റെ പോലെ നിറം മാറുന്ന ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അത് ഉമ്മൻചാണ്ടി സർക്കാരിന് അവകാശപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അവകാശവാദം, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ പെടുത്തി പണിയുന്ന നാഷണൽ ഹൈവേ
എന്തൊരു റീലിന്റെ ബഹളമായിരുന്നു. എന്തായിരുന്നു അവകാശവാദങ്ങൾ? ഈ സർക്കാരിന്റെ പൊള്ളയായ അവകാശവാദങ്ങളുടെ ചീട്ടുകൊട്ടാരം പോലെ ഈ ഹൈവേ നിലംപതിച്ചു. ഇപ്പൊ മിണ്ടുന്നില്ല, ഇപ്പൊ ഒന്നും പറയുന്നില്ല. ശ്രീ കെ സി വേണുഗോപാലോടെ പറഞ്ഞു കോടികളുടെ അഴിമതിയാണ്, കോടികളുടെ അഴിമതി. 2000 കോടി രൂപയ്ക്ക് ഒരു സെക്ടറിൽ കോൺട്രാക്ട് കിട്ടിയ പ്രിൻസിപ്പൽ കോൺട്രാക്ടർ അത് 984 കോടി രൂപയ്ക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു. അപ്പോൾ പ്രിൻസിപ്പൽ കോൺട്രാക്ടറിന് ഒറ്റയടിക്ക് കിട്ടിയത് 1000 ചില്ലാൻ കോടി രൂപ. ഇതുപോലുള്ള അഴിമതിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പാലാരിവട്ടം പാലത്തിന് നമ്മുടെ കാലത്ത് തുടങ്ങി പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിച്ച പാലാരിവട്ടം പാലത്തിന് ഒരു അപാകതയുണ്ട് നിർമ്മാണത്തിൽ എന്നൊരു റിപ്പോർട്ട് മാത്രം. ആ പാലം തകർന്നു വീണില്ല. എന്തൊരു പ്രചരണമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാർ. അന്നത്തെ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി. എവിടെ പോയി മിസ്റ്റർ പിണറായി വിജയൻ? കോടിക്കണക്കിന് രൂപയുടെ ഈ റോഡ് കേരളം മുഴുവൻ തകർന്നു വീഴുമ്പോൾ ഒരു പരാതിയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ BJP സർക്കാരിന്റെ മുന്നിൽ മുട്ടുമടക്കി ഓച്ചാനിച്ചു നിൽക്കുകയാണ്. ഭയന്നിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഭയന്നിട്ട് നിങ്ങൾ ഒരു വാക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരായി, നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായി നിങ്ങളൊന്ന് ചുണ്ടനക്കിയോ? കുഴപ്പമില്ലെന്നോ? കുഴപ്പമില്ല. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ സ്തൂപമാണ് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു കേരളത്തിലൊരു ധനപ്രതിസന്ധിയില്ല. കേരളത്തിൽ ധനപ്രതിസന്ധിയുണ്ട് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണ്. കേരളത്തിൽ ധനപ്രതിസന്ധിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒരു അപേക്ഷ, ആശുപത്രിയിൽ മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് സർക്കാർ. അതുകൊണ്ടാണ് വിതരണക്കാർ മരുന്ന് കൊടുക്കാൻ ആദ്യം ആ പൈസ കൊടുക്കുന്നത്. രണ്ടാമത്, മാവേലി സ്റ്റോറിൽ ഒരു സാധനമുണ്ട്, കോടികളാണ് സപ്ലൈകോയുടെ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത്. ആ പണം ഒന്ന് കൊടുക്കണം. ആ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ ആ പാവങ്ങളുടെ ഓണറേറിയം ഒന്ന് വർദ്ധിപ്പിക്കണം. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഒരു 60,000 കോടി ഒന്ന് കൊടുക്കണം. അംഗൻവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊന്ന് കൊടുക്കണം. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുക്കണം. കാരുണ്യ പദ്ധതിയിൽ കാർഡ് എടുക്കുന്നില്ല ആശുപത്രി, അതിന്റെ ഒരു 1800 കോടി കൊടുക്കാനുണ്ട്. അതെല്ലാം ഒന്ന് കൊടുക്കണം. അതും പോട്ടെ, സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളികൾ, അവർക്ക് ശമ്പളം കൊടുത്തിട്ട് 3 മാസമായി. ആ ശമ്പളം ഒന്ന് കൊടുക്ക്. നിങ്ങൾ കൊടുക്കാനുള്ള തുക ഏകദേശം 1.5 ലക്ഷം കോടിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിന്റെ ആകെ പൊതുക്കടം 1.5 ലക്ഷം കോടി. 2026 ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിന്റെ ആകെ കടം 6 ലക്ഷം കോടി. കേരളത്തെ പാപ്പരാക്കിയ, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ, ജനജീവിതം ദുരിതപൂർണമാക്കിയ സർക്കാർ. KSRTC കൂട്ടാറായി. KSEB 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഇപ്പൊ കൂട്ടി ഏപ്രിലിൽ. ഇന്നലെ റെഗുലേറ്ററി അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്നു 32 പൈസ കൂടി യൂണിറ്റിന് കൂട്ടണമെന്നാണ്. ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സർക്കാർ, കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ, കൊള്ളക്കാരുടെ സർക്കാർ, ഇവരെയാണ് ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്നത്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ നടത്തുന്ന പ്രതികരണമാണ് ഈ സർക്കാരിനെതിരായുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ ശബ്ദം. 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് ഫലം പുറത്തു വരുമ്പോൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം. ഈ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ മുഴുവൻ പേര് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്തിമമായ വിജയം നമ്മുടേതാണ്. അത് ഉജ്ജ്വലമായ വിജയമായിരിക്കും, ഒരു സംശയവുമായി. പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അവർ സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യ
ബഹുമാന്യനായ ശ്രീ യോഗം ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ ഉൾപ്പെടെ വേദിയിൽ അണിനിരന്നിട്ടുള്ള സമുന്നതരായ നേതാക്കൾ, ഈ സദസ് കണ്ടാൽ അറിയാം വോട്ട് ചെയ്ത് എണ്ണിത്തീരുമ്പോൾ നിലമ്പൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് യാതൊരു ആർക്കാണ് സംശയം? എനിക്കറിയില്ല. ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾക്കാണ് വലിയ സംശയം. അവരെന്താ വിചാരിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും പറയുന്നു നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് നാട്ടിലെ കൊള്ളരുതാത്ത ഭരണം ഒന്ന് അവസാനിപ്പിക്കാനാണ് എന്ന്. എങ്കിൽ ഇവിടെ മത്സരിക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട്. അവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? വോട്ട് UDF ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഈ നഗ്നമായ സത്യം മറന്നിട്ട് വല്ല കാര്യം. നിലവിലുള്ള സ്ഥിതി മാറണം, മലയോരത്ത് മാറണം. ഇവിടെ KCയും പ്രതിപക്ഷതാവും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഞാനിനി അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പ്രേമേന്ദ്രൻ പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞു. ഞാൻ കേട്ട പ്രസംഗത്തിലെല്ലാവരും കേരളത്തിൽ ഇന്നുള്ള സ്ഥിതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ സ്ഥിതി മാറണം. ആ സ്ഥിതി മാറണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സംശയം വേണ്ട, ഒരു ഭരണമാറ്റം ഉണ്ടാവണം. അത് ഇവിടെ മത്സരിക്കുന്ന BJPക്ക് കഴിയോ അല്ലെങ്കിൽ സ്വതന്ത്രന്മാർക്ക് കഴിയോ ആർക്കെങ്കിലും കഴിയോ? ആർക്കും കഴിയില്ല. അത് UDFന് മാത്രമേ സാധിക്കുള്ളൂ. ആർക്കാണ് അറിഞ്ഞൂടാത്തത്? പിന്നെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരാണ്. ഞാനൊരൊറ്റ കാര്യം പറയും. ഈ നിലമ്പൂരിന്റെ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു ഡിവിഷനിൽ ഇപ്പോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, എല്ലാവർക്കും അറിയാം, ജില്ലയുടെ പ്രസിഡന്റായിരുന്ന ഉണ്ണികൃഷ്ണൻ മരിച്ച തൃക്കലങ്ങോട് അല്ലേ, തൃക്കലങ്ങോട്. അവിടെ പൊതുവെ കരുതപ്പെടുന്നത് CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ട എന്നാണ്. 1000 വോട്ടിന് കഷ്ടിച്ചാണ് അന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത് എത്ര വോട്ടിനറിയോ? 8000 വോട്ടിനാണ് അവിടെ ആ ഡിവിഷനിൽ. അതുതന്നെയാണ് നിലമ്പൂരിലെയും സ്ഥിതി. അതുകൊണ്ട് എനിക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊന്ന് നേരെ നോക്കണം. ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ UDF ജയിക്കും. UDF ജയിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇവിടെ നമുക്കറിയാം, ആര്യാട് മുഹമ്മദ് റെപ്രസെന്റ് ചെയ്തിരുന്ന ഒരു മണ്ഡലം ഈ മലപ്പുറം ജില്ലയിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ UDFന്റെ കാലത്ത് വന്നതാണ്. മലപ്പുറം ജില്ലക്ക് തീർത്തും അവഗണനയാണ് കഴിഞ്ഞ കുറെ കാലമായി. ആ കൂട്ടത്തിൽ നിലമ്പൂരിനും ആ സ്ഥിതി മാറണോ? UDF വരണം. UDF വരണോ? സെമി ഫൈനലിൽ ജയിച്ചാലേ നമുക്ക് ഫൈനലിൽ എത്താൻ പറ്റും. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. എഴുതി വെച്ചോളി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് ഞാൻ പറയുന്നു, നിലമ്പൂരിൽ വമ്പൻ ഭൂരിപക്ഷത്തിന് ഇന്നലെയും ബഹുമാനപ്പെട്ട തങ്ങള് ഞങ്ങളുടെ അധ്യക്ഷൻ മക്കത്ത് നിന്ന് വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞത്, ഇപ്പൊ കാണുന്ന ബഹളമൊന്നും കണക്കാക്കണ്ട, അതൊരു സേഫ് ലാൻഡിംഗ് നടത്തുകയാണ്. ലാൻഡ് ചെയ്യുമ്പോൾ പാലക്കാട്ടും ഉണ്ടായിരുന്നു ഈ ബഹളം, ചേലക്കരയിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റെവിടെയായിരുന്നു, തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നു, പുതുപ്പള്ളിയിലുണ്ടായിരുന്നു.